ഒരു സ്കൂൾ പരീക്ഷയിലെ ഉത്തരങ്ങൾ അതെങ്ങനെയാണ് ഒരു രാജ്യത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു കിടിലൻ ആക്ഷേപഹാസ്യമായി മാറുന്നത്? കേട്ടിട്ട് ഒരു കൺഫ്യൂഷനായില്ലേ? ഇന്ത്യയിൽ ഭയങ്കരമായി വൈറലായ ഒരു കഥയുണ്ട്. അതാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. അപ്പോ ഈ ഒരു ചോദ്യമുണ്ടല്ലോ, രാഷ്ട്രീയ പ്രസംഗങ്ങൾ ചരിത്ര സത്യങ്ങളായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഭയങ്കര സീരിയസ് ചോദ്യമാണല്ലേ? പക്ഷേ ഇതിനൊരു ഉത്തരം തരുന്ന, നമ്മളെ ഒരേ സമയം ചിരിപ്പിക്കുകയും എന്നാൽ ആഴത്തിൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരച്ഛനും മകനുമാണ്. അച്ഛനാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കട്ട സപ്പോർട്ടർ, മകനോ പഠിക്കാൻ നല്ല മിടുക്കൻ. പക്ഷേ പെട്ടെന്നൊരു ദിവസം 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ അവൻ തോറ്റു, അതും ഹിസ്റ്ററിക്ക്. ഇത് കേട്ട അച്ഛൻ ശരിക്കും ഞെട്ടിപ്പോയി. തന്റെ മകനിങ്ങനെ തോൽക്കില്ലല്ലോ, എന്തോ പ്രശ്നമുണ്ട് എന്ന് അച്ഛന് തോന്നി. എന്താ കാര്യമെന്നറിയാൻ നേരെ സ്കൂളിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ആ ഉത്തരക്കടലാസൊന്ന് വാങ്ങി നോക്കി. പക്ഷേ അതിൽ കണ്ട കാര്യങ്ങളുണ്ടല്ലോ, അത് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പോ ആദ്യത്തെ ചോദ്യം, ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്? വളരെ സിമ്പിളായൊരു ചോദ്യമല്ലേ? ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും ബേസിക്കായൊരു കാര്യം. പക്ഷേ ഇതിന് മകൻ കൊടുത്ത ഉത്തരം കണ്ടപ്പോഴാണ് അച്ഛൻ ശരിക്കും ഞെട്ടിയത്. ഉത്തരം ഹെഡ്ഗവാർ എന്ന്. അച്ഛന് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരുന്നുവെന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ഓരോ ഉത്തരവും മുൻപത്തേക്കാൾ അമ്പരിപ്പിക്കുന്നതായിരുന്നു. ശരി, ആദ്യത്തേത് എന്തോ അബദ്ധത്തിൽ എഴുതിയതായിരിക്കാം. അടുത്തതെങ്കിലും ശരിയാവുമെന്ന് വിചാരിച്ച് അച്ഛൻ അടുത്ത ചോദ്യം നോക്കി. ഇന്ത്യയ്ക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? പക്ഷേ ആ പ്രതീക്ഷയും വെറുതെയായി. ഉത്തരം നോക്കൂ, 2014 മുതൽ. അപ്പോൾ തന്നെ അച്ഛന് കാര്യം കത്തി. ഇവിടെ വെറും ഡേറ്റുകൾ മാത്രമല്ല തെറ്റുന്നത്, ചരിത്രം മൊത്തത്തിൽ മാറ്റിയെഴുതുകയാണ് മകൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. ഒരു വശത്ത് മകൻ എഴുതിയ ഉത്തരങ്ങൾ, മറുവശത്ത് യഥാർത്ഥ ചരിത്രം. സ്വാതന്ത്ര്യം കിട്ടിയത് 2014 മുതലെന്ന്, ആദ്യത്തെ കമ്പ്യൂട്ടർ വന്നത് 2015 ശേഷമെന്നും, ഹരിതവിപ്ലവം 2014 ശേഷവും. അതായത് രാജ്യത്തുണ്ടായ എല്ലാ വലിയ നേട്ടങ്ങളും ഒരു പ്രത്യേക രാഷ്ട്രീയ മാറ്റത്തിന് ശേഷം മാത്രമാണ് സംഭവിച്ചത് എന്നാണ് ഈ ഉത്തരങ്ങൾ പറയുന്നത്. കഥ ഇവിടെ തീരുന്നില്ല. ഈ ടേബിൾ നോക്കൂ. IIT, IIM, ഇസ്രോ പോലെയുള്ള സ്ഥാപനങ്ങൾ, ബാങ്ക് ദേശസാൽക്കരണം, എന്തിനധികം നമ്മുടെ സായുധ സേനകൾ പോലും വന്നത് 2014 ശേഷമാണെന്നാണ് എഴുതിവച്ചിരിക്കുന്നത്. പഞ്ചായത്തി രാജ് സിസ്റ്റം വന്നത് 2016 ശേഷവും. രാജ്യത്തിന്റെ അഭിമാനമായ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഈ പുതിയ ടൈം ലൈനിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടതോടെ അച്ഛന്റെ നിയന്ത്രണം പോയി. ദേഷ്യവും സങ്കടവും എല്ലാം കൂടി സഹിക്കാൻ വയ്യാതെ അദ്ദേഹം പേപ്പറുമായി നേരെ വീട്ടിലേക്ക് പാഞ്ഞു. എന്നിട്ട് മകനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്ത് വിഡ്ഢിത്തമാണ് നീ എഴുതി വെച്ചിരിക്കുന്നത്? കുടുംബത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോഴാണ് കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. മകൻ വളരെ നിഷ്കളങ്കമായി തിരിച്ചു ചോദിച്ചു, ഇതിലെന്താ അച്ഛാ തെറ്റ്? 70 കൊല്ലം ഭരിച്ചവരൊന്നും ഒന്നും ചെയ്തിട്ടില്ലെന്നും രാജ്യത്ത് കാണുന്നതെല്ലാം മോദി വന്നതിന് ശേഷമാണ് ഉണ്ടായതെന്നും അച്ഛൻ തന്നെയല്ലേ എപ്പോഴും വീട്ടിൽ പറയാറുള്ളത്. ആ ഒരു മറുപടിയിലാണ് ഈ കഥയുടെ മുഴുവൻ സത്വമിരിക്കുന്നത്. മകൻ അറിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് അച്ഛൻ പറഞ്ഞുകൊടുത്ത രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ അതേപടി വിശ്വസിച്ചെഴുതിയതാണ്. അപ്പോ ആ ഒരൊറ്റ മറുപടിയോടുകൂടി ഈ സംഭവം വെറുമൊരു പരീക്ഷയിലെ തോൽവിയല്ലാതായി മാറി. അതൊരു മൂർച്ചയേറിയ സാമൂഹ്യ രാഷ്ട്രീയ വിമർശനമായി, ഒരു ആക്ഷേപഹാസ്യമായി മാറുകയാണ്. ഇത്തരം കഥകളുടെ സന്ദേശം ശരിക്കും മനസ്സിലാവണമെങ്കിൽ രാഷ്ട്രീയ ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സറ്റയർ എന്താണെന്ന് നമ്മൾ അറിയണം. സിംപിളായി പറഞ്ഞാൽ, നർമ്മവും ചിലപ്പോൾ കുറച്ച് അതിശയോക്തിയുമൊക്കെ ഉപയോഗിച്ച് രാഷ്ട്രീയത്തിലെയും സമൂഹത്തിലെയും പ്രശ്നങ്ങളെയും പൊള്ളത്തരങ്ങളെയും തുറന്നുകാട്ടുന്ന ഒരു രീതിയാണത്. അപ്പോൾ ഈ കഥയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് വിമർശിക്കപ്പെടുന്നത്? 1. രാഷ്ട്രീയ പ്രസംഗങ്ങൾ നമ്മൾ അക്ഷരാർത്ഥത്തിലെടുത്താൽ എന്ത് സംഭവിക്കുമെന്നുള്ളത്. പിന്നെ ഒരേ അഭിപ്രായമുള്ളവർ മാത്രം സംസാരിക്കുന്ന ഗ്രൂപ്പുകളിൽ ജീവിക്കുന്നതിൻ്റെ അപകടം. അതുപോലെ സങ്കീർണമായ ചരിത്രത്തെ വെറും കറുപ്പും വെളുപ്പുമായി ലളിതവൽക്കരിക്കുന്നത്. ഇതിനെല്ലാം ഉപരി ഈ ചിന്തകൾ അടുത്ത തലമുറയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന വലിയൊരു ചോദ്യവും ഈ കഥ ഉയർത്തുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ, രാഷ്ട്രീയ ആഖ്യാനങ്ങൾ കേവല സത്യങ്ങളായി മാറുമ്പോൾ നമ്മുടെ പൊതുവായ ചരിത്രം തന്നെ പതിയെ മാഞ്ഞുപോയേക്കാം. പതിറ്റാണ്ടുകൾ നീണ്ടൊരു രാജ്യത്തിന്റെ ചരിത്രത്തെ അതിനു മുൻപ്, അതിനുശേഷം എന്ന് മാത്രം വേർതിരിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ കഥ. അപ്പോ ഈ കഥ നമ്മളോടൊരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. എവിടെയാണ് ഈ രാഷ്ട്രീയ ആഖ്യാനങ്ങൾ അവസാനിക്കുന്നത്? എവിടെയാണ് യഥാർത്ഥ ചരിത്രം തുടങ്ങുന്നത്? നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന, വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ യാഥാർത്ഥ്യമായി, അവരുടെ പാഠപുസ്തകങ്ങളുടെ സത്യങ്ങളായി മാറുമ്പോൾ എന്തു സംഭവിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കേണ്ട കാര്യമല്ലേ?